25-ാമത്തെ സങ്കീർത്തനം. സങ്കീർത്തനം 125. ആണെങ്കിലും യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും. എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാവുന്നു. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ഇരിക്കുകയില്ല. ദുഷ്ടന്മാരുടെ ചെങ്കോൾ നീതിമാന്മാരുടെ അവകാശം വരെ ഇരിക്കുകയില്ല. യഹോവ ഗുണവാന്മാർക്കും നന്മ ചെയ്യുന്നു. ഹൃദയപരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ. എന്നാൽ വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്ടപ്രവൃത്തിക്കാരോടുകൂടെ പോകുമാറാകട്ടെ. യഹോവ ദുഷ്ടപ്രവൃത്തിക്കാരോട് പോകുമാറാകട്ടെ. ഇസ്രായേലിൽ മേൽ സമാധാനം വരുമാറാകട്ടെ. ദൈവനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. ഇന്നത്തെ ആരാധനയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ട ദൂതുകൾ, ആലോചനകൾ, ദൈവശക്തി, നടത്തിപ്പുകൾ, കർത്താവെ, ഞങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ നിന്ന് വിടുതൽ, കർത്താവ് ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയിൽ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന അനുഭവം, ഇതൊക്കെയും ഞങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ, ആരാധനയിൽ നൽകി തരണം. നാം മഹത്വത്തോട് പോകാനായിട്ട് വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. കടന്നു ജനത്തിനായി സ്തോത്രം. ദൂരെയായിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ നമുക്കിരിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത്തെ ദിവസം ആരാധനയ്ക്കായി വിവിധ ഇടങ്ങളിൽ ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവർക്കും വേഗവരുത്തനായ ക്രിസ്തുവേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം നല്ലവനായിരുന്നു. ഈ ലോകത്തിൽ വിവിധ സംഭവങ്ങളിൽ കൂടി ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ കേട്ടത് തന്നെ പല യുദ്ധങ്ങളുടെയും മരണങ്ങളുടെയും പ്രയാസങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും ഒരു മരണമാണ്. ഇതൊക്കെ എങ്ങനെ സഹിക്കും? ഇതൊക്കെ ആര് സഹിക്കും? ഇന്ന് അത് കേട്ടപ്പോൾ ചിന്തിക്കാൻ ഇടയായി തന്നു. നമുക്ക് കർത്താവ് കാണാനും നമുക്ക് ലാളിക്കാനും തന്നിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെ ചൊല്ലിയുള്ള നമ്മുടെ വിചാരങ്ങൾ, അവര് എവിടെയെങ്കിലും അങ്ങോട്ടോ മാറിയാൽ അയ്യോ അവർക്ക് എന്ത് സംഭവിക്കും? അത് കാല് തട്ടുമോ? അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വേദന വരുമോ? ഇതെല്ലാം ചിന്തകളാണ്. അതുപോലെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ, നമ്മളൊരു ബോംബ് വീണു അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞൊക്കെ പോകാൻ കഴിയും. അതുകൊണ്ട് സംഭവിക്കുന്ന നാം ഈ പറഞ്ഞതുപോലെയുള്ള ബന്ധങ്ങൾ, മാനസികാവസ്ഥകൾ, അതിൽ വരുന്ന വിചാരങ്ങൾ, ഇതൊക്കെയും ശിഥിലമായി പോകുന്ന ഒരവസ്ഥ. അത് വരുമ്പോഴാണ് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അവരവരുടെ ജീവിത അനുഭവത്തിൽ വരുമ്പോഴേ അതിന്റെ ഗൗരവം അറിയാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ ആപത്തിൽ സന്തോഷിക്കുന്നവന് ശിക്ഷ വരാതിരിക്കുകയില്ല. ഒരു ആപത്ത് വരുമ്പോൾ നമ്മുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ അത് എത്ര ദിവസത്തേക്ക് അതിന്റെ വേദന, എന്താണ് അതിന്റെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, അത് ഏതെല്ലാം നമ്മുടെ പ്രവൃത്തികളെയും വാക്കുകളെ എന്തെല്ലാത്തിനെയും ബാധിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു സമൂഹം തന്നെ ഒരു സ്ഥലത്തങ്ങ് ഇല്ലാതെ പോകുക എന്ന് പറയുമ്പോൾ അതൊന്നും ഒരിക്കലും എവിടെയും സന്തോഷം ഉളവാകേണ്ടതല്ല. ശത്രുക്കളുടെ ഇടയിൽ പോയി ആ കർത്താവ് പറയുന്നത്, നിന്റെ ശത്രു വീഴുമ്പോൾ നീ എന്റെ ഹൃദയത്തിൽ സന്തോഷിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുക. കാരണം യഹോവ അത് കാണാനും അതിൽ നിന്ന് അവനെ വിടുവിക്കാനും മതി. നിനക്കത് നീ സന്തോഷിച്ചെങ്കിൽ ആ സന്തോഷിച്ച ഹൃദയം എത്രമാത്രം സന്തോഷിച്ചുവോ അത്രമാത്രം നുറുങ്ങി വേദനപ്പെട്ട് ഞരങ്ങുന്ന അവസ്ഥ ഉണ്ടാകാം. ദൈവം സകലതും അറിയുന്നവനാണ്. ഈ ക്ഷണികമായ ജീവിതം ഇന്നലെ ഉണ്ടായവരും
ഒന്നും അറിയാത്തവരോ? നമുക്കെന്തറിയാം? ഒന്നും അറിയില്ല. എന്തൊക്കെയോ വിചാരങ്ങളുടെ ബഹുത്വത്തിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലും നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ അനുഭവിക്കുന്നു, എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു, എന്തൊക്കെയോ ചിന്തിക്കുന്നു, സംസാരിക്കുന്നു. ഇങ്ങനെ പലതരത്തിൽ കാര്യങ്ങൾ പോവുകയാണ്. എന്നാൽ യാഥാർത്ഥ്യം, ഈ ജീവിതം യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് നൽകുന്നു എന്ന് നാം നോക്കുമ്പോൾ, ഇത് ദൈവം നമുക്ക് വകുപ്പ് വെച്ചിട്ടുള്ള നാളുകൾ ഒന്ന് തികച്ച് അത് തീരുന്നതിന് മുമ്പേ തന്നെ ദൈവത്താൽ ഒരു സാക്ഷ്യം പ്രാപിച്ച് പോവുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് നേടാനുള്ളൂ എന്ന് നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെയും ഗൗരവം മനസ്സിലാവുന്നത്. കാരണം ഈ രണ്ടു വശമുണ്ട്. ഒരു വശത്ത് പറഞ്ഞ് ഇത്രയും ഒരാള്, ഒരു പണ്ഡിതൻ പറയുകയാണ്, ഭൂമിയിൽ പൊതിഞ്ഞിരിക്കുന്നു എന്ന് വെച്ച് അരിയെ ആരെങ്കിലും നിഷേധിക്കാറുണ്ടോ? അത് ഒരു വശം. അതായത് നെല്ല് നമ്മൾ പാടത്തുനിന്ന് കൊയ്ത് കൊണ്ടുവന്ന് മെതിച്ച് കറ്റ വൈക്കോല് മാറ്റി നെല്ലാക്കി എടുത്തതിന് ശേഷം ഉണങ്ങി പുഴുങ്ങി കുത്തി ഭൂമി കളഞ്ഞ് വീണ്ടും കുത്തി ഭൂമി കളഞ്ഞ് തവിട് കളഞ്ഞ് നല്ല വെളുത്തതായി കൊണ്ടുവന്ന് അടപ്പത്തിട്ട് തിളപ്പിച്ച് വേവിച്ച് നമ്മൾ മുമ്പിൽ വെച്ചിരിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം ഏറ്റവും രുചികരമായതാണ്, ആവശ്യമുള്ളതാണ്. അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അത് ഇത്രയും അത് പോയി വിതയ്ക്കണം, കൊയ്യണം, വെള്ളം നനയ്ക്കണം, മെതിക്കണം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അതാരെങ്കിലും നിഷേധിക്കുമോ എന്നാണ് പണ്ഡിതന്റെ ചോദ്യം. ഇതുപോലെയാണ് ജീവിതമെന്ന് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഈ ജീവിതത്തിൽ ഇത്രയെല്ലാം കഷ്ടത അനുഭവിച്ചാൽ, ഇത്രയെല്ലാം പ്രയാസങ്ങൾ ആദ്യമേ നമ്മൾ സഹിക്കണം ഇതിൽ നിന്നൊരു നന്മ കണ്ടെത്താൻ. കേൾക്കുമ്പോൾ ശരിയാ. എങ്ങനെ ചിന്തിക്കണം? അത് ഭൗതികതയിൽ ചിന്തിക്കരുത്, ആത്മീയതയിൽ ചിന്തിക്കണം. ആത്മീയതയിൽ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ അതിനെ ഞാൻ ചെയ്യുന്നതെല്ലാം സുവിശേഷ നിമിത്തം ചെയ്യുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ അത് ചെയ്ത് കഷ്ടതയിൽ കൂടി അത് വെച്ച് കണ്ണുനീരോടെ വിതച്ച് ആർപ്പോടെ കൊയ്ത് അത് കൊണ്ടുവന്ന് ദൈവത്തിന് മുമ്പാകെ വരുമ്പോഴത്തേക്കും അത് ശ്രേഷ്ഠത തന്നെയാണ്. അപ്പോൾ ജഡപ്രകാരം ജീവിക്കുന്നവർക്ക് എന്ത് ശ്രേഷ്ഠത? ഒന്നുമില്ല, ഒന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവർക്ക് ഒരു കൂട്ടം ദുഃഖം മാത്രമേ ഉള്ളൂ, വേദന മാത്രമേ ഉള്ളൂ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവിതം, ഇത് നമ്മൾ ഗണ്യമാക്കേണ്ടുന്ന രീതിയിൽ ഗണ്യമാക്കിയില്ലെങ്കിൽ നാളെ നിശ്ചയമായിട്ടും നെടുവേർപ്പിട്ട് കരയേണ്ടി വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയവരാണ് കർത്താവിന്റെ നാമത്തിൽ ആരാധനയ്ക്ക് വേണ്ടി കൂടി വരുന്നവർ. അതിനൊന്ന് മനസ്സിലാക്കണം. അതായത് ഈ ലോക ജീവിതം ചെയ്യേണ്ടതുപോലെ ചെയ്ത്, അനുഭവിക്കേണ്ടതുപോലെ അനുഭവിച്ച്, ജീവിക്കേണ്ടതുപോലെ ജീവിച്ചില്ല എങ്കിൽ നാളെ നെടുവേർപ്പിട്ട് കരഞ്ഞ് വിലപിക്കേണ്ടുന്ന ഒരു ദിവസം വരും എന്നറിയുന്നവരാണ് ദൈവസഭക്കാർ, ക്രിസ്തുവിനെ നമുക്ക് ദൈവസഭ. നാം അങ്ങനെ അറിഞ്ഞ് വന്നവരാണ്. അതുകൊണ്ട് തന്നെ വചനം പഠിപ്പിക്കുന്നവരെ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കുക. മതി. ഉണ്മാനുണ്ടോ, ഉടുക്കാനുണ്ടോ, നഗ്നത മറയ്ക്കാനുണ്ടോ, വിശപ്പ് മാറാനുണ്ടോ, അത് മതി. അപ്പുറത്തേക്ക് പോകുമ്പോൾ വേറെ പ്രശ്നങ്ങളിലേക്ക് നീങ്ങും. ഇത് മതി. അതിന് പുറമേ കർത്താവ് തരുന്നതിലാവും. ഇത് അവകാശം. ദൈവത്തിന് സഭയുടെ അവകാശത്തെ കുറിച്ചാണ് പറയുന്നത്. ബാക്കിയുള്ളത് ദൈവം ചെയ്തു തരുന്ന ഔദാര്യമാണ്. അപ്പോൾ ഉണ്മാനും ഉടുക്കാനുള്ളത് നമ്മുടെ മൗലിക അവകാശമായിട്ട് തന്നെ ആത്മീയ ജീവിതത്തിൽ വരുമെന്നർത്ഥം. അത് കർത്താവ് തരാൻ ബാധ്യസ്ഥനാണ്. എവിടെ പോയിരുന്നാലും പട്ടിണി കിടത്തില്ല, നഗ്നനായി നടത്തില്ല. നിശ്ചയമായിട്ടും അത് ദൈവം നടത്തിക്കൊള്ളും. അതുകൊണ്ട് നമ്മളിന്ന് കർത്താവിന്റെ സന്നദ്ധയിലായിരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട് കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഇന്നും യഹോവയുടെ ഇടയനാവുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ ആടുകളെ വലിയ ഇടയനായ യേശുക്രിസ്തു മുട്ടില്ലാതെ കൊണ്ട് നമ്മെ ഇവിടെ എത്തിച്ചു. പിന്നെ അതിനും അപ്പുറം നമുക്ക് ചിന്തകളാണ്.
വിചാരങ്ങളാണ്. അത് കർത്താവ് തരുന്ന ഔദാര്യത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. അത് വേണ്ട. അത് ദൈവം തരും. അത് ദൈവം ആവശ്യമുള്ള സമയത്ത് തന്നിരിക്കും. ഉണ്ണുവാൻ മുട്ടിയിട്ടുണ്ടോ? ഭക്ഷണത്തിന് മുട്ടിയിട്ടുണ്ടോ? ഉടുക്കാൻ മുട്ടിയിട്ടുണ്ടോ? മുട്ടില്ല. അതുകൊണ്ട് ബാക്കി കർത്താവിന്റെ ഔദാര്യം അത് സമയത്ത് തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാ കൺവെൻഷനുകളും നീക്കി, അതിനകത്ത് പഠിക്കുന്ന പോലെ മുഖത്തെ വാട്ടങ്ങളെല്ലാം നീക്കി, പിറുപിറുപ്പ് നീക്കി, നെടുവീർപ്പിട്ട് കരയുന്നത് നീക്കി, കർത്താവ് ചെയ്ത നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്ത ഉപകാരത്തെ ആദ്യം ഓർത്ത് അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഭൗതികമായി കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ഇന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി വേണം ഈ ആരാധനയിൽ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ. കർത്താവിന്റെ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകുമാറാണ്. നമ്മൾ വീണ്ടും അടുത്ത ഭാഗത്തേക്ക് കിടക്കുക. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാൻ അരുളി ചെയ്ത ദൈവം നിശ്ചയമായിട്ടും ആരാധന കൊണ്ട് കർത്താവ് ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്താണ് ആരാധന കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? ആരാധനയെ കുറിച്ച് അനവധി കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തിൽ, അതായത് ദൈവസഭയിൽ ശുശ്രൂഷ തുടങ്ങിയതിന് ശേഷം ഈ കാലം വരെയും ഏതെങ്കിലും ചിലപ്പോൾ ഒന്നോ രണ്ടോ അല്ലെ വളരെ എണ്ണപ്പെട്ട ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രം ആരാധനയുടെ മഹാത്മ്യം അല്ലെങ്കിൽ ആരാധനയുടെ പ്രാധാന്യം വിട്ടുകളഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ആരാധനയിലും പറഞ്ഞാൽ തീരാത്തവണ്ണം ആരാധനയ്ക്ക് എന്താണ് ആരാധന എന്നുള്ളതിനെ കുറിച്ചൊരു വിവരണം നിശ്ചയമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് തരാറുണ്ട്, അത് പറയാറുണ്ട്. ഇന്നും അതേപോലെ തന്നെ നമ്മൾ ഓർത്തുകൊള്ളണം. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാൻ തന്നെ ചെയ്താൽ, ഒരാൾ ഒരിക്കൽ പ്രസംഗിച്ചു പറഞ്ഞു, എന്തിനാ കർത്താവ് അങ്ങനെ? ആരാധന പ്രിയനാണ് കർത്താവ്. എന്ത് എന്ത് നല്ല സംഗതി കേട്ടുമ്പോൾ ശരിയാ. എന്തോ സാഹിത്യ അദ്ദേഹം പറഞ്ഞു. എല്ലാവരും ആരാധിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് ഇഷ്ടമാണ്. സ്തോത്രം 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 എന്ന് പറയുന്നത്, ആരാധിക്കുന്നതും പാടുന്നതും ഒക്കെ ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നത് അതല്ല. ഇസ്രായേൽ ഗൃഹം 12 രാപ്പകൽ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ശ്രമിച്ച പ്രത്യാശ ഹേതുവായിട്ടാവും ഞാൻ ചങ്ങലയിലായിരിക്കുന്നതെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. അപ്പൊ ഇസ്രായേൽ ഗോത്രം 12 ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ശ്രമിച്ചൊരു പ്രത്യാശ ദൈവം നമുക്ക് ഇവിടത്തേക്ക് വന്നപ്പോ നമുക്കൊരു പ്രത്യാശ തന്നിട്ടുണ്ട്. മുൻപേ നമ്മൾ ഇരുളായിരുന്നു, ഇപ്പോൾ വെളിച്ചമാവുന്നു. മുമ്പേ ഇസ്രായേൽ പൗരന്റെ ഒരു സംബന്ധമില്ലാത്തവരായിരുന്നു, ഇന്ന് നമ്മൾ സാക്ഷാൽ ഇസ്രായേൽ പൗരന്മാരാവുന്നു. മുമ്പ് പ്രത്യാശയില്ലാത്തവരായിരുന്നു, ഇന്ന് പ്രത്യാശ ഉള്ളത്. നമുക്ക് കർത്താവ് ഒരു പ്രത്യാശ തന്നിട്ടുണ്ട്. പ്രത്യാശയില്ലാത്ത ആരുമില്ല. ആ പ്രത്യാശ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ പ്രാപിക്കുന്ന ആരാധനയിൽ കൂടിയാണെന്നാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പ്രത്യാശ, പൊതുവെ നമ്മൾ പറയും, നിന്റെ പ്രത്യാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംശയമൊന്നുമില്ല, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതായ പട്ടണമാണ് നമ്മുടെ പ്രത്യാശ. ആ സ്വർഗീയ സിയോനിൽ കർത്താവിനൊപ്പം പോയിരിക്കുന്നതാണ് നമ്മുടെ പ്രത്യാശ. ശരിയാ, അത് ശരിയാ, സംബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, സ്വർഗത്തിൽ സിയോനിൽ പോയി ഇരിക്കാനുള്ളവനും നരകത്തില് പാതാളത്തിൽ പോയി ഇരിക്കാനുള്ളവനും ഈ ഭൂമിയിൽ ചെയ്തു തീർക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ശ്രദ്ധിക്കണം. സ്വർഗത്തിൽ പോയി ഇരിക്കുന്നവന് അവൻ ചെയ്തു തീർക്കേണ്ട ഒരു പ്രവൃത്തിയുണ്ട്. പാതാളത്തിൽ പോയിരിക്കുന്നവൻ ചെയ്തു തീർക്കേണ്ട ഒരു പ്രവൃത്തിയുണ്ട്. അതാ യൂദയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് വേണ്ടി ഒഴിഞ്ഞുപോയ സ്ഥാനം വിട്ടുപോയ യൂദ പോകേണ്ട സ്ഥാനം എന്ന് പറഞ്ഞാൽ നല്ലതല്ല. കാരണം ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് ഉള്ളായിരുന്നു എന്നാണ് നമ്മൾ കർത്താവ് പറയുന്നത്. അത്രമാത്രം ദോഷത്തിലേക്ക് ആ മനുഷ്യൻ പോയത്. ആ മനുഷ്യൻ പോകുന്നതിന് മുമ്പ് അവിടെ പോകത്തക്കവണ്ണം ഒരു പ്രവൃത്തി മനുഷ്യൻ ചെയ്യണം. ആ കൃത്യസമയത്ത് അത്രയും നാള് കർത്താവ് യേശുവിനെ ശുശ്രൂഷിച്ച് നടന്നവൻ, അത്രയും കാലം ശിഷ്യനായിട്ട് അറിയപ്പെട്ട് നടന്നവൻ, ആ സമയമായപ്പോഴേക്കും ഒരു ഒറ്റ തെറ്റിയിട്ട് കർത്താവിനെ ഒറ്റുകൊടുത്ത് പോയി തൂങ്ങിച്ചത്ത് കയറുപൊട്ടി താഴ്ത്തു വീണു, കുടലെല്ലാം തുറച്ച്
അവന്റെ പ്രാണൻ നശിച്ചു, ഏറ്റവും ദോഷത്തിലേക്ക് പോയി. അത് പോകേണ്ടതിന് അതാണ് ദൈവത്തിന്റെ സഭ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് അവൻ ചെന്നെത്തുന്ന സ്ഥാനമുണ്ട്, ആ സ്ഥാനത്തിന് തക്കവണ്ണം ഒരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി ഈ ഭൂമിയിൽ വെച്ച് തന്നെ ചെയ്യണം. ഇതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിലും ദൈവത്തിന്റെ മക്കൾ ചെന്നെത്തുന്ന ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയിൽ ചെന്നെത്താൻ തക്കവണ്ണം ഒരു പ്രവൃത്തി ദൈവം അവർക്ക് എഴുതി വെച്ചു. അത് ഭൂമിയിൽ വെച്ച് ചെയ്യണം. ഈ എഴുതി വെച്ചിരിക്കുന്ന പ്രവൃത്തി പുറത്തു ആരും പറഞ്ഞില്ല. ദൈവം നിന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചിരിക്കുക. പറയുന്ന സന്ദർഭമുണ്ട്. ആ സമയത്തെ പറയുള്ളൂ. അപ്പോ ദൈവം അബ്രഹാമിന് തന്റെ സ്നേഹിതനായി തീരാനായിട്ട് അവസരം കൊടുത്തു. അബ്രഹാമിനെ കുറിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നീ ബഹുജാതികൾക്ക് പിതാവാകും, നിന്റെ സന്തതി ആകാശ നക്ഷത്രങ്ങളെ പോലെയാകും, നിന്റെ സന്തതി മുഖാന്തരം സകല മനുഷ്യർ അനുഗ്രഹിക്കപ്പെടും എന്നെല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞ്. അപ്പോൾ അബ്രഹാം ഒരു ദൈവത്തിന്റെ സന്നിധിയിലുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ അത്ര വലുതാ. പക്ഷെ അതിന് തക്ക പ്രവൃത്തിയൊന്നും അബ്രഹാമിന് കാണുന്നില്ല. അല്ലേ അവിടെ ഊരിൽ നിന്ന് പുറപ്പെട്ടു പോന്നു, ശരിയാ. സ്വന്തപ്പെട്ടവരെ എല്ലാം വിട്ടു, ശരിയാ. കനാൻ ദേശത്തൊന്ന് പാർത്തു, അതും ശരിയാ. അവിടെ നിന്ന് ഈജിപ്തിൽ പോയി, മിസ്രൈമിൽ പോയി, അതൊക്കെ ശരിയാ. തിരിച്ചു വന്നു. പക്ഷെ അബ്രഹാമിനോട് പറഞ്ഞ വാക്ക്, ആ വാക്കിനൊത്തവണ്ണ ഒരു പ്രവൃത്തി ഇതുവരെ വന്നിട്ടില്ല. വചനം പറയുന്നത് ദൈവം തന്നെ ഹൃദയത്തിൽ മറച്ചു വെച്ചിരിക്കും. മറച്ചു വെച്ചു. സമയമായപ്പോഴേക്കും കർത്താവ് അത് പറഞ്ഞു, നിന്റെ മകനെ കൊണ്ട് യാഗം. ആ പ്രവൃത്തി ചെയ്യണം. അവൻ ചെന്ന് എത്താനുള്ള സ്ഥലത്ത് എത്താൻ തക്കവണ്ണം ഒരു പ്രവൃത്തി ഈ ലോകത്തിൽ ചെയ്തു തീർക്കേണ്ടത് ഈ പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? തന്റെ കൂടെയുള്ള ബാല്യക്കാരോട് അബ്രഹാം പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാനും ബാലനും കൂടെ പോയി ആരാധന കഴിച്ചിട്ട് വരുന്നു. അപ്പോ അബ്രഹാമിന് 40 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം കൊടുത്ത പ്രത്യാശ വാഗ്ദത്തം നിവർത്തിയാകുന്നത് ആരാധനയിൽ കൂടിയാണ്. 40 വർഷം കഴിഞ്ഞിട്ടാണ് അബ്രഹാമിനോട് കർത്താവ് പറയുന്നത്, അബ്രഹാം കൊച്ചിനെ വിളിച്ചോണ്ട് പോവാ, ഒരു മകനെയും വിളിച്ചോണ്ട് പോവാ, സ്നേഹിക്കുന്ന മകനെ വിളിച്ച് ആരാധിക്കാൻ. എന്തിനാ? അവനെ കർത്താവിനെ ആരാധിക്കാനായിട്ട് ചെന്നപ്പോ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇതാ, മകനെ യാഗം കഴിക്കുന്നതോ. എന്തിനാ? അത് ആ ആരാധന ഞാൻ കഴിച്ച് ദൈവം എന്നിൽ പ്രസാദിച്ചാൽ മാത്രമേ, ഞാൻ ശരീരം വിട്ടു കഴിഞ്ഞാൽ കർത്താവ് എനിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള പ്രത്യാശയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. എനിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ആ മഹാപ്രത്യാശയ്ക്ക് ഒത്തവണ്ണ ഒരു പ്രവൃത്തി ഈ ലോകത്തിലുണ്ട്. ആ പ്രവൃത്തിയിലേക്കാണ് എന്നെ കൊണ്ടുവരുന്നത്. എന്നെ എന്നല്ല, ഇപ്പൊ അബ്രഹാമിനെ എന്നല്ല, നമ്മളെയല്ല. അതിൽ കൂടി കടന്നു പോയാൽ പറ്റും. നമുക്ക് കർത്താവ് വാഗ്ദത്തം നൽകുന്നു. ആ മഹാവാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ അതിന് തക്കവണ്ണ ഒരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി ലോകത്തിൽ എന്താന്ന് വെച്ചാൽ നമുക്കറിയാൻ പാടില്ല. അത് ദൈവം തന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. തക്ക സമയത്ത് അത് വെളിപ്പെടുത്തും. എന്നാൽ ഇപ്പോൾ വെളിപ്പെടുത്താതെ എന്താ? ഇപ്പൊ പറയാത്ത എന്താ? ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നിട്ടില്ല, ചെയ്യില്ല. അബ്രഹാം വളർത്തിക്കൊണ്ടിരിക്കുക. 75 വയസ്സ് വിളിച്ചപ്പോൾ മുതൽ വിശ്വാസം വളർത്തിക്കൊണ്ടിരിക്കുക. 40 വർഷം കഴിഞ്ഞു, കൊച്ചൊക്കെ വലുതായി. അപ്പോഴേക്കും അബ്രഹാം ദൈവം ആരാണ്, ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി. ഇന്ന് ഞാൻ യാഗം കഴിച്ച ആ യാഗപീഠത്തിൽ ഇസ്ഹാക്കിന്റെ ജീവനോടെ എനിക്ക് തരാൻ കഴിയും. കാരണം 99 വയസ്സായപ്പോൾ എന്നോട് പറഞ്ഞ വാഗ്ദത്ത പ്രകാരം എനിക്ക് തന്ന ശിശു കുഞ്ഞാണ്. ഇന്ന് വരെയും കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ നിശ്ചയമായിട്ടും എനിക്ക് ഈ കുഞ്ഞിനെ തിരിച്ചു തരാൻ കർത്താവ് കഴിയും. ഈ വിശ്വാസത്തിലൊക്കെ വളർന്നു. ഇനി ആരാധനയാണ്, ബാക്കിയുള്ള ആരാധന പോലെയല്ല. അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നാം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാം എവിടെ ചെന്നാലും അവിടെ ഒരു യാഗപീഠം പണിയും, അവിടെ ഒരു ആരാധനയുണ്ട്. എവിടെ ചെന്നാലും ആ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അറിയാം. ഈ ആരാധന പോലെയല്ല, ഇതൊരു പ്രത്യേക ആരാധന, ഇതൊരു ഭയങ്കര ആരാധനയാണ്.
കാരണം ഈ ആരാധനയിലാണ് അബ്രഹാമിന് കർത്താവ് പറഞ്ഞിരിക്കുന്ന പ്രത്യാശ കൈപ്പറ്റാനുള്ള, മുറുകെ പിടിക്കാനുള്ള, അത് കൈവശമാക്കാനുള്ള ആരാധനയാണ്. അനേകർ ഈ ആരാധന ലഭിക്കാതെ പോയി. ലഭിച്ചത് നിവർത്തിക്കാൻ സാധിക്കാതെ പോയി. അവിടെയാണ് തെറ്റി. കർത്താവ് വാഗ്ദത്തം പറയുമ്പോഴത്തേക്കും ശരിയാ, എന്നോട് പറഞ്ഞിട്ടില്ല, ഈ ഭൂമിയിൽ മുഴുവനും അറിയപ്പെടുന്ന ഒരു സുവിശേഷകനായി തീരും. ഒരു ഒരു സഹോദരനോട് പറഞ്ഞതാ കർത്താവ്. കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം ഏറ്റവും വല്ലാത്ത നിലയിൽ പിന്മാറ്റത്തിൽ പോയി ലോകത്തിലേക്ക് ആയി പോകാൻ ഇടയായി തീർന്നു. കർത്താവ് പറഞ്ഞതല്ലേ അത്? അതെ, കർത്താവ് പറഞ്ഞതാ. കർത്താവ് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തവും പ്രത്യാശയും ഏതിൽ കൂടിയാ പ്രാപിക്കണേ? ആരാധനയിൽ കൂടിയേ പ്രാപിച്ചെടുക്കാൻ പറ്റൂ. ശൗല് ഈ ലോകത്തിലേക്ക് ജനിച്ചത് തന്നെ, ശൗലിനെ വിളിച്ചത് തന്നെ ഇതിനു വേണ്ടിയിട്ടാ. അമാലേക്കിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാ. അമാലേക്കിനെ അങ്ങ് നശിപ്പിച്ച് വന്നാൽ, അമാലേക്കിനെ നശിപ്പിച്ചിങ്ങ് വന്നു കഴിഞ്ഞാൽ ശൗലിനോട് കർത്താവ് പറഞ്ഞ വാക്ക് നിറവേറ്റുക. എന്താ വാക്ക്? ശൗൽ എന്നേക്കും രാജാവായി രാജത്വത്തിൽ ഇരിക്കും. അവന് ശേഷം അവന്റെ മക്കൾ ഇരിക്കും, അവന്റെ തലമുറയായിട്ട് അങ്ങനെ ഇരിക്കും. പക്ഷെ പറഞ്ഞത് കേട്ടത് അതേ ഓർമ്മയുള്ളൂ. ആരാധനയിൽ കൂടി അത് സ്വന്തമാക്കിയിട്ടില്ല ഇതുവരെ. അവസാനം ആ ദിവസം വന്നു. കർത്താവ് പറഞ്ഞു ശമൂവേലിനോട്, ശമൂവേലേ, ഞാൻ ശൗലിനെ എന്തിനു വേണ്ടിയാ വിളിച്ചേ? അമാലേക്കിനെ സംഹരിക്കാൻ. അപ്പൊ അതുകൊണ്ട് അവനോട് ആ ആളെ കൂട്ടി പോയി യുദ്ധം ചെയ്ത് അമാലേക്കിനെ സംഹരിക്കാൻ പറഞ്ഞു. ശൗല് വിചാരിച്ചില്ല, ഞാൻ ആരാധനയ്ക്കാ, ഇതൊരു ആരാധനയാണ്. അബ്രഹാം മകനെ യാഗം കഴിക്കാനായിട്ട് ആരാധിക്കാനായിട്ട് പോയതുപോലെ ഇതൊരു ആരാധനയാണെന്ന് ശൗല് ഓർത്തില്ല. ശൗല് പോയി ആരാധന ദൈവം പ്രസാദിച്ചില്ല. അനുസരണക്കേട് കാണിച്ചു. ആരാധന മുടങ്ങി. തിരിച്ചു വന്നു. നിലനിന്നില്ല. രാജ്യത്വം നിലനിന്നില്ല. മക്കളിലേക്ക് പകർന്നില്ല. കുടുംബം നശിച്ചുപോയി. ഇന്ന് ദൈവത്തിന് വചനം പറഞ്ഞ് നമുക്ക് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. ശ്രദ്ധയോടെ നോക്കിയിരിക്കണം. നമ്മളോട് കർത്താവ് എത്രയോ വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ കർത്താവിന്റെ ദാസന്മാരിൽ കൂടി ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ള വാഗ്ദത്തങ്ങൾ ചെറിയ കാര്യങ്ങളൊന്നുമല്ല ഓരോരുത്തരും. പക്ഷെ അത് എങ്ങും എത്തിയിരുന്നില്ല. ഇതൊന്നും പ്രാപിക്കാതെ പോവാ. എന്താ കാരണം? എലിപുരോഹിതനോട് പറഞ്ഞതുപോലെ നീയും നിന്റെ മക്കളും നിന്റെ തലമുറയും മുഴുവനും എന്റെ മുമ്പാകെ ആരാധിക്കും, എന്നെ ശുശ്രൂഷിക്കും എന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്തിരുന്നു സത്യം. ശരിയാ. അങ്ങനെ ആവില്ല. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്ന നിന്ദിരാവും. അരുളി ചെയ്തവനെ നിരസിക്കരുത്. വാഗ്ദത്തം ചെയ്തവൻ, അരുളി ചെയ്തവൻ, പ്രത്യാശിക്കുമാറാക്കിയവൻ, ആ പ്രത്യാശിക്കുമാറാക്കിയ ദൈവം അവൻ പറഞ്ഞ വാക്കിനെ സ്വന്തമാക്കി എടുക്കണം. അതിനെ ആരാധിക്കണം. അവിടെ അവൻ തെറ്റിപ്പോയി. കർത്താവ് പറഞ്ഞു ഒരിക്കലും അങ്ങനെയാവില്ല, നിലനിൽക്കില്ല, നിന്റെ പൗരോഹിത്യം നിലനിൽക്കില്ല, ഇഷ്ടപ്പെട്ടു പോകുള്ളൂ. കുടുംബമായിട്ട് പോയി. നോക്കണം, മനസ്സിൽ ഉച്ചരിച്ചു കൊള്ളണം. എന്നോട് പറഞ്ഞ വാഗ്ദത്തം, എന്നോട് പറഞ്ഞ പ്രത്യാശയുടെ വചനം നിവർത്തിക്കണമെങ്കിൽ, കൈവശമാക്കിയെടുക്കണമെങ്കിൽ ആരാധനയിൽ കൂടിയേ സാധ്യമാകൂ. ആരാധനയിൽ കൂടി അല്ലാതെ എന്നോട് പറഞ്ഞിട്ടുള്ള വാക്ക് കർത്താവ് നിവർത്തിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ആരാധനയുടെ പ്രാധാന്യം മനസ്സിലാവുന്നത്. സ്തോത്രം. ഏലി പുരോഹിതൻ അത് പ്രാപിച്ചില്ലല്ലോ, ശൗൽ അത് പ്രാപിക്കാൻ പറ്റിയില്ലല്ലോ. സ്തോത്രം. എന്നാൽ അബ്രഹാം അത് പ്രാപിച്ചു. അതിൽ തെറ്റിപ്പോയിട്ടുള്ള വിഷയങ്ങൾ അനേകം പേരുടെ അതിന്റെ സങ്കീർണത നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. കാരണം ഗിദെയോൻ തെറ്റിപ്പോയതും ഗിദെയോന്റെ ജീവിതത്തിൽ വന്ന് വീഴ്ച, അങ്ങനെ ഓരോന്ന് ഈ കാര്യം കർത്താവ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞതാണ്.
കർത്താവ് തന്നെ പറഞ്ഞു, വെറുതെ എന്നെ അന്വേഷിപ്പിൻ എന്നല്ല ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. വെറുതെ ആരും എന്നെ അന്വേഷിക്കണ്ട. നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നവർ വ്യക്തമായിട്ടുള്ള പ്രതിഫലവും പ്രത്യാശയും നിങ്ങൾക്ക് തരും. ആ വാക്ക് നീ അഡ്വാൻസ് ആയിട്ട് തരുക. കൂടാരത്തിൽ നിന്ന് വിളിച്ച് അബ്രഹാമിനെ പുറത്തു കൊണ്ടുപോയി. പുറത്തു കൊണ്ടുപോയതിനു ശേഷം കർത്താവ് പറഞ്ഞു, നീ മേളിലേക്ക് നോക്കി, ആകാശത്തിലേക്ക് നോക്കി. അത് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ, നീ ഒന്ന് എണ്ണീക്ക്, എത്ര ഉണ്ട് ഇപ്പൊ ഉള്ള നക്ഷത്രം എത്ര ഉണ്ടോ എന്ന് എണ്ണീക്ക്. കഴിയില്ല. കാരണം നക്ഷത്രം എണ്ണി നോക്കണം. നക്ഷത്രങ്ങൾ നിറഞ്ഞിരിക്കുന്ന രാത്രിയിൽ മേളിൽ കയറി നക്ഷത്രം ഒന്ന് എണ്ണി നോക്കണം. അപ്പോഴാണ് ഒരു 10 എണ്ണി കഴിയുമ്പോൾ തെറ്റിപ്പോകും. കാരണം അത് എണ്ണിക്കൂടാത്തവണ്ണം അത്ര അസംഖ്യമാണ്. കടൽപ്പുറത്തെ മണൽ പോലെ അസംഖ്യമാണ്. കർത്താവ് പറഞ്ഞു, നീ കണ്ടല്ലോ, നിനക്ക് എണ്ണാൻ സാധിച്ചില്ലല്ലോ, നിന്റെ സന്തതി ഇതുപോലെയാവും. നീ മുഖാന്തരം നിന്റെ സന്തതിയൊക്കെ അനുഗ്രഹിക്കപ്പെടും. ഈ ഭൂലോകത്തെ സകല മനുഷ്യർ അനുഗ്രഹിക്കപ്പെടും. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ശരിയാ, വാക്കൊക്കെ കൊടുത്ത് പോയി. എങ്ങനെയാ അറിയാൻ പാടില്ല. അറിയാൻ പാടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നോട് പറഞ്ഞവൻ വിശ്വസനാണ്, അവനത് നിവർത്തിക്കും. പക്ഷേ എന്നോട് ഇത്രയും വലിയ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് വെച്ചിട്ടുണ്ട്? ഒരാരാധന വെച്ചിട്ടുണ്ട്. അതവൻ പുറത്തു പറയില്ല. ഹൃദയത്തിൽ യോ പറഞ്ഞതുപോലെ, ഇത് നീ നിന്റെ ഹൃദയത്തിൽ മറച്ചു. കർത്താവ്, ഇതായിരുന്നു നിന്റെ താല്പര്യമെന്ന് ഞാൻ അറിയുന്നു. ഇത് നീ മറച്ചു വെച്ചല്ലോ ദൈവമേ, ഈ ആരാധന നീ മറച്ചു വെച്ചല്ലോ. അൽസാദം ഇന്ന് ഇത് സംസാരിക്കാൻ എന്തിനാണെന്നറിയാമോ? നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിൽ എന്തായിരിക്കണം എന്നുള്ള ഇതാണ് പറയുന്നത്. ദൈവമേ, എന്നോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തം അത് എനിക്ക് നിറവേറ്റി തരുവാനുള്ള ആരാധന ഇതായിരിക്കട്ടെ. ആരാധന കഴിഞ്ഞു. തന്നേക്കാൾ വലിയവൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചൊല്ലി തന്നെ സത്യം ചെയ്തു. ആണയിട്ടു സത്യം, ആണയോടുകൂടി. ആദ്യം പറഞ്ഞതിന് ആണയില്ല. ഏതിന്? നിന്റെ സന്തതി മുഖാന്തരം നിന്റെ സന്തതി ഈവണ്ണമാകും എന്ന് ആണയില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ആരാധന കഴിഞ്ഞപ്പോൾ പറയുന്ന വാക്കിന് ആണയുണ്ട്. ആണയെന്ന് പറഞ്ഞാൽ മാറ്റം. ഇനി ആണയോടുകൂടിയ വാഗ്ദത്തം പ്രാപിച്ചില്ല. പ്രത്യാശയുടെ വചനം പ്രാപിച്ചു. ആണയോടുകൂടിയ പ്രത്യാശ വചനം പ്രാപിച്ചില്ല. അവൻ ആ ലക്ഷ്യത്തിലെത്തിയില്ല. ശൗൽ ആ ലക്ഷ്യത്തിലെത്തിയില്ല. ഏലിയ ലക്ഷ്യത്തിലെത്തിയില്ല. അങ്ങനെ എന്തോരും എത്ര പേര് അവരെ ഇന്ന് നമ്മൾ ചുരുക്കം പേര് ഈ ആരാധനയിലൂടെ പങ്കുകൊണ്ടിരിക്കുമോ? ഒന്ന് ചിന്തിക്കണം. എന്റെ പലരും സാക്ഷ്യത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുള്ള. എന്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ലക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു പേടിയില്ല. വേണ്ട, പേടിക്കണ്ട. ലക്ഷ്യം പറഞ്ഞിട്ടുള്ളത് നല്ലത്. പ്രത്യാശ തന്നെ പറഞ്ഞിട്ടുള്ളത് നല്ലത്. നിന്നെ ഞാൻ വലിയ നിലയിലാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല കാര്യം തന്നെ. ആർക്കെതിരെ? പക്ഷേ അവനെ പറഞ്ഞതിന്റെ കൂടെ ആണയിട്ട് പറഞ്ഞിട്ടുണ്ടോ? ആണയോട് കൂടി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. കാരണം ആണയോടുകൂടി പറയുന്ന ആരാധനയെ പറയൂ. ആരാധനയോടുകൂടി പറയും. ആരാധനയിൽ പറയും. ആരാധന കഴിയുമ്പോൾ പറയും. ആരാധനയാണ്. ആ വാക്തത്വത്തിന് മാറ്റമില്ല. അതാ പ്രാപിക്കുന്നവൻ ആര്? ഇതിനു വേണ്ടിയിട്ടല്ലേ ഈ ഓട്ടം. ഇന്ന് വിവിധ ദേശങ്ങളിൽ നമ്മൾ പോയി കഷ്ടപ്പെടുന്നു, വിവിധ പ്രവർത്തികളിൽ കഷ്ടപ്പെടുന്നു, വിവിധ മാനസികാവസ്ഥയിൽ ഞരങ്ങുന്നു. എല്ലാത്തിന്റെയും ലക്ഷ്യം ഇതൊന്നും മാത്രമാണ്. കാരണം അനേകർ ഇതിനെ ഞാൻ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ തലയായെന്ന് പറഞ്ഞായിരിക്കണേ. അങ്ങനെയല്ല. വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞാൽ ആ തലയാക്കുന്ന പ്രാഗൽഭ്യം, ഉറപ്പ് ആരാധനയോടുകൂടി കിട്ടുള്ളൂ. അത് അന്ന് ആണായിട്ട് പറയും, മാറ്റമില്ലാത്ത തരത്തിൽ. കർത്താവിസ്തോത്രം. ദൈവസഭയെ, ദൈവത്തിന്റെ ജനമേ, ഇന്ന് അത് പ്രാപിപ്പാൻ അവിടുത്തെ ജനത്തെ കർത്താവ് സഹായിക്കട്ടെ. നമ്മേവരെയും കർത്താവ് സഹായിക്കട്ടെ. ദൈവങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.
ഒരുവനായ ദൈവം തമ്മിൽ പ്രവർത്തിക്കട്ടെ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും